നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കു നേരെ നടന്ന അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. തൃശൂരിൽ SYS കേരള യുവജന സമ്മേളനം. നഗരിയെ വിസ്മയിപ്പിച്ച് വീണ്ടും ഒരു ബോണതാലെ. അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തിയ ആഘോഷത്തിൽ 107 ഇടവകളിൽ നിന്നായി അണിനിരുന്നത് 15,000 ക്രിസ്തുമസ് പാപ്പാമാർ. വാടാനംകുറിശ്ശിക്ക് സമീപം +1 വിദ്യാർത്ഥിയായ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയിറ്റിംഗ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ബിനുദാസ് ഭാവി വാഗ്ദാനമായിരുന്ന താരം. കോട്ടായി കീഴത്തൂരിൽ ഗുണ്ടാശ്ശേരിയിൽ വീടുകയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. കോട്ടായി പോലീസ് പ്രതികളെ പിടികൂടിയത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്ന്. നെൽകർഷകരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കുഴൽമന്ദത്ത് കർഷക പ്രതിഷേധം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് കർഷക മാർച്ച്. കുഴൽമന്ദം ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിൽ നിന്നായി പ്രതിഷേധത്തിൽ അണിനിരുന്നത് 100 കണക്കിന് കർഷകർ. വാർത്തകൾ വിശദമായി. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തൃശൂരിൽ SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഉറപ്പാക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷമാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നിലപാട്. വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അതിന് ആരും വളം വെച്ചു കൊടുക്കരുത്. കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണെന്നും കാന്തപുരം ചൂണ്ടിക്കാട്ടി. ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു സ്ഥലം തീ കൊടുത്ത് ചുട്ടതായി ഇന്നലെ റിപ്പോർട്ട് വന്നു. ആരാണ് ചുട്ടത് എന്ന് നമുക്കറിയില്ല. നമ്മളതിൽ തീരുമാനവും എടുക്കുകയില്ല. ഏതായിരുന്നാലും അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു സമയത്തും എവിടെയും ഉണ്ടാകാൻ പാടില്ല. അവരുടെ ആരാധനകളും അവരുടെ ചിട്ടകളും അവർ കൊണ്ട് നടക്കുന്നു. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ചിട്ടയും നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നാം എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് അത്തരം ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോഡ്സ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രാർത്ഥന നടത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ തഖാഫി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, ബെന്നി ബെഹനാൻ MP, പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി, M മുഹമ്മദ് സഖാഫി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടാനംകുറിശ്ശിക്ക് സമീപം വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ കരിയാട്ടിൽക്കുളം S ബിനുദാസ് ആണ് മരിച്ചത്. കുലുക്കല്ലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ P രജനിയുടെയും വാസുവിന്റെയും ഇളയ മകനാണ് ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. തൃശൂർ നഗരത്തെ ചുവപ്പണിയിച്ച് ബോണതാലെ. അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തിയ ആഘോഷത്തിൽ 107 ഇടവകളിൽ നിന്നായി 15,000 ക്രിസ്തുമസ് പാപ്പാമാരാണ് അണിനിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോൺ നതാലയിൽ 60 അടിയിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഏദൻ തോട്ടവും വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള 21 നിശ്ചല ദൃശ്യങ്ങളുമാണ് ആകർഷകമായത്. വൈകിട്ട് 5ഓടെ തൃശൂർ സെൻറ് തോമസ് കോളേജ് പരിസരത്തു നിന്നാണ് ക്രിസ്മസ് ഘോഷയാത്ര ആരംഭിച്ചത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ MK വർഗീസും ചേർന്ന് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച ക്രിസ്മസ് ഘോഷയാത്ര വർണ്ണം വിതറിയ വെളിച്ചത്തിന് കീഴിൽ നഗരത്തെ മണിക്കൂറുകളോളം കീഴടക്കി. ഇരുപത്തിയൊന്നോളം പ്ലോട്ടുകൾക്കിടയിലൂടെയാണ് 15,000-ൽ പരം പാപ്പ വേഷധാരികൾ ആടിപ്പാടി ആഘോഷമാക്കിയത്. തൃശൂർ അതിരൂപതയിലെ 107 ഇടവകകളിൽ നിന്നുള്ള ചുവന്ന വസ്ത്രങ്ങളണിഞ്ഞ് തൂവെള്ളത്താടിയുമായി ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും നീങ്ങിയ പാപ്പമാരും നൃത്തമാടിയെത്തിയ മാലാഖ കുട്ടികളും
സ്വരാജ് റൗണ്ടിൻ്റെ ഇരുവശവും നിറഞ്ഞ കാണികൾക്ക് കാഴ്ചയുടെ കൗതുകം പകർന്നു. ബോൺ നതാലെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഗതാഗത ക്രമീകരണവും ഡ്രോൺ നിരോധനമടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേക പട്രോളിംഗും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ബോൺ നതാലെ സംഘങ്ങൾ സ്വരാജ് റൗണ്ട് ചുറ്റി 8 മണിയോടെയാണ് പരിപാടി അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി കീഴത്തൂരിൽ ഗുണ്ടാ സ്റ്റൈലിൽ ആക്രമണം നടത്തിയ 6 പേർ പോലീസ് പിടിയിൽ. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നുമാണ് കോട്ടായി പോലീസ് പ്രതികളെ പിടികൂടിയത്. രാത്രിയിൽ വീട്ടിൽ കയറി ഗുണ്ടാ സ്റ്റൈലിൽ ആക്രമണം നടത്തുകയും 8ഓളം വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിലെ പ്രതികളെയാണ് കോട്ടായി പോലീസ് പിടികൂടിയത്. കോങ്ങാട് പൂളയ്ക്കൽ 30 വയസ്സുള്ള ശ്യാംപ്രകാശ്, മണ്ണൂർ പള്ളിപ്പടി കിഴക്കുംപുറം കരുകൻ പാറപ്പറമ്പിൽ 23 വയസ്സുള്ള മുഹമ്മദ് അമീർ, കൊടിന്തിരപ്പള്ളി മണപ്പുള്ളി 37 വയസ്സുള്ള പറമ്പിൽ മുഹമ്മദ് റാഫി, കാടൂർ മാമ്പറ വീട്ടിൽ 23 വയസ്സുള്ള സാഗർ, കടമ്പഴിപ്പുറം കളരിക്കൽ 34 വയസ്സുള്ള വൈശാഖ്, കാടൂർ ഷഫാസ് മനസിൽ 23 വയസ്സുള്ള ഫാസിൽ എന്നിവരെയാണ് കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇനി 4 പ്രതികളെ കൂടി പിടിക്കാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഡിസംബർ 21 ശനിയാഴ്ച പുലർച്ചെ 3:30 കോട്ടായി കീഴത്തൂർ പള്ളിമുക്ക് കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീട്ടിലാണ് ഇവർ ആക്രമണം നടത്തിയത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ, കാർ, ട്രാവലർ, 4 ബൈക്കുകൾ എന്നിവയാണ് ഇവർ തകർത്തത്. സുഹൃത്തിന്റെ വിവാഹത്തിന് വാടകയ്ക്കെടുത്ത ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് മൻസൂറിന്റെ സഹോദരൻ മുബാറക് 600 രൂപ ഡ്രസ് കോഡിന്റെ വാടക നൽകിയില്ലെന്ന തർക്കമാണ് ആക്രമണത്തിനു കാരണമായി പറയുന്നത്. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ കോട്ടായി പോലീസ് SI ബിനു, സീനിയർ പോലീസ് കോൺസ്റ്റബിൾമാരായ ശിവകുമാർ, കൃഷ്ണദാസ്, ദിലീപ്, വിനു, വിഗീഷ് എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നെൽകർഷകരോടുള്ള സംസ്ഥാന സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി. അവഗണനയിൽ പ്രതിഷേധിച്ച് കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് കർഷകർ മാർച്ച് നടത്തി. കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിലെ 7 പഞ്ചായത്തുകളിൽ നിന്നായി 100 കണക്കിന് കർഷകരാണ് പ്രതിഷേധ സമരത്തിൽ അണിനിരുന്നത്. കുളവൻമുക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. സംഭരിച്ച നെല്ലിൻ്റെ വില ഉടൻ വിതരണം ചെയ്യുക, നെല്ലിൻ്റെ വില 40 രൂപയായി വർദ്ധിപ്പിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെയും കാർഷിക മേഖലയെയും രക്ഷിക്കുക തുടങ്ങി 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. കൃഷിവകുപ്പിൽ നിന്ന് വിരമിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ M മുകുന്ദനുണ്ണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോലെ കേരളത്തിലും ഒരു മാർക്കറ്റിംഗ് ഡയറക്ടറേറ്റ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഡയറക്ടറേറ്റ് എന്ന് പറയും, റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. അതൊന്നും ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയോ മറ്റോ വിചാരിച്ച് നടക്കണ കാര്യമല്ല. കർഷക സംഘടനകളോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടിയിട്ട് കടന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതൊരു പോളിസി മേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്തിനാണ് ഈ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ്? കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KA വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. RKMS ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ MC മുരളീധരൻ, PR കരുണാകരൻ, സജീഷ് കുത്തനൂർ, S അതിരഥൻ, M രഘു, V രവീന്ദ്രൻ, സുരേഷ് കുമാർ, K ശിവാനന്ദൻ, KC അശോകൻ, ശെൽവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന വ്യാപകമായി കതിർ ആപ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മങ്കര ഗ്രാമപഞ്ചായത്തിലെ കർഷകയായ PK പ്രബലോചനയെ കൃഷിഭവനും മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2024 ഓഗസ്റ്റ് 17 കർഷക ദിനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷക ആപ്പിന് രൂപം നൽകിയത്. കർഷക ആപ്പിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്ന കർഷകരിൽ നിന്നും സംസ്ഥാന തലത്തിൽ 5 കർഷകരെയാണ് ഓൺലൈൻ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 25,000 രൂപയുടെ സമ്മാന വൗച്ചർ ആണ് നൽകുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ PK പ്രബലോചനയ്ക്കാണ് സർക്കാരിന്റെ പാരിതോഷികം ലഭിച്ചത്. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രബലോചനയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പൊന്നാടയും ഗിഫ്റ്റ് വൗച്ചറും നൽകി ആദരിച്ചു. ഒരു അവാർഡ്
ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ വാർഡിലെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തില് നമ്മൾ വളരെയധികം സന്തോഷവാനാണ്. കാരണം എന്താ വെച്ചാൽ 25,000 രൂപ ഉറുപ്പ്യയിലല്ലല്ലോ പോയത, 25,000 രൂപയ്ക്കുള്ള കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള വൗച്ചറാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് സി ദേവദാസ്, പാടശേഖര സമിതി സെക്രട്ടറി KC രതീഷ്, KM മുരളീധരൻ, പ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മേയർ K. സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ കൂടുതൽ വിവാദത്തിനില്ലെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സുരേന്ദ്രൻ തന്റെ വീട് സന്ദർശിച്ചതും താൻ സുരേന്ദ്രന്റെ വീട് സന്ദർശിച്ചതും സൗഹൃദം. എന്നാൽ സുരേന്ദ്രൻ മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും സുനിൽകുമാർ തൃശ്ശൂരിൽ പറഞ്ഞു. അല്ല, അതില് കാര്യമില്ല. അവരത് അവരുടെ മേയർ എന്നുള്ളെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തമ്മിൽ വ്യത്യാസ ബന്ധമൊന്നുമില്ല. എന്തായാലും ഞാനിനി അതുമായി ബന്ധപ്പെട്ടതിന് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചുമൂർത്തി പൊതുകുളം ചണ്ടിയും പുല്ലും നിറഞ്ഞു നശിക്കുന്നു. കുളത്തിന് നാശത്തിന്റെ വക്കിൽ നിന്നും മോചിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ആളുകൾക്ക് കുളിക്കാനും അലക്കാനുമൊക്കെയായി വർഷങ്ങളോളം ഉപയോഗിച്ച കുളമാണ് ഇന്ന് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഒരാൾ ഉയരത്തിൽ പുല്ലും കുളം നിറയെ ചണ്ടികളുമാണ്. 1 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിൽ ഇഷ്ടാനുസരണം വെള്ളവുമുണ്ട്. സമീപത്തെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്കും കാർഷിക ആവശ്യത്തിനും ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് എത്രയും വേഗം കുളത്തിനെ ഉപയോഗപ്രദമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പക്ഷേ ഇന്ന് കുളത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. 300ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാണ് ഈ ജലസ്രോതസ്. ഇത് 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കുളം നിലനിൽക്കുന്നത്. ദൈനംദിനം കുളി, അലക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മുടങ്ങിക്കിടക്കുകയാണ്. മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ഈ സ്ഥലനിവാസികൾക്ക് വന്നു ഭവിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശീയ കഥകളി മഹോത്സവത്തിന് ചെറുതുരുത്തി നീള ക്യാമ്പസിൽ തിരിതെളിഞ്ഞു. പത്മശ്രീ കലാമണ്ഡലം ഗോപി കഥകളി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. അതായത് അത്രയ്ക്ക് മൗലികമായിട്ടാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതിനെ സംബന്ധിച്ച് ഈ എല്ലാവർക്കും ഇതൊരു മതിപ്പായുള്ള കാര്യമാണ്, സന്തോഷമായുള്ള കാര്യമാണ്. പിന്നെ അതേമാതിരി തന്നെ വേറൊരു കാര്യമുള്ളത്, ഇന്ന് നമ്മുടെ നാടിനെ അങ്ങേയറ്റം വളർത്തിക്കൊണ്ടുവന്ന, മലയാളത്തിലെ അങ്ങേയറ്റം വളർത്തിക്കൊണ്ടുവന്ന മലയാള ഭാഷയ്ക്ക് വ്യക്തമായ ഒരു രൂപം കൊടുത്ത സംഘാടക സമിതി അംഗം V. മുരളി അധ്യക്ഷത വഹിച്ചു. കൂടാതെ ചെറുതുരുത്തി കഥകളി സ്കൂൾ നൽകി വരുന്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കളിയച്ചൻ പുരസ്കാരം കഥകളി ആചാര്യൻ MPS നമ്പൂതിരിക്കും, നവജീവൻ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രനും, ഗുരുപൂജ പുരസ്കാരങ്ങൾ ചുട്ടി കലാകാരി കലാമണ്ഡലം ബാർബറ വിജയകുമാറിനും, കഥകളി വേഷം കലാകാരൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്കും നൽകി. കൂടാതെ കഥകളി സ്കൂളിൽ അഭ്യസിപ്പിച്ച പെൺകുട്ടികളുടെ കഥകളി അരങ്ങേറ്റവും കർണാടക സംഗീത അരങ്ങേറ്റവും ചെണ്ട വിഭാഗങ്ങളുടെ അരങ്ങേറ്റവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. KJU ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഗ്രൂപ്പ് CEO VP നന്ദകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മണി ചെറുതുരുത്തിയെ ആദരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KJU സംസ്ഥാന സെക്രട്ടറി KC സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് മാവേലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ NP ഉദയകുമാർ, സംസ്ഥാന ട്രഷറർ EK രാജീവ്, ബാബു തോമസ്, ബിജോയ് പെരുമാട്ടിൽ, CS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ജോസ് താടിക്കാരൻ സ്വാഗതവും ട്രഷറർ KR മധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1982-83 SLC സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്കൂൾ സ്ഥാപകൻ NP ദുർഗദാത്തൻ നമ്പൂതിരിക്കും ഓർമ്മത്തണൽ ഒരുക്കി. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും
സ്കൂൾ സ്ഥാപകൻ NP ദുർഗാദത്തനും ഓർമ്മത്തണലൊരുക്കി മാതൃകയായി. പ്രതിമകളെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുക എന്ന ആശയത്തിന് എല്ലാവരും ഒപ്പം നിന്നു. ഏകദേശം 50,000 രൂപ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിന്നും കണ്ടെത്തിയാണ് പദ്ധതി നിർവഹിച്ചത്. 1982-83 സ്കൂൾ ലീഡറായിരുന്ന അൻവർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഓർമ്മത്തണൽ സ്കൂളിനായി സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാങ്കുരിശി ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 29 വൈകിട്ട് 6 അയ്യപ്പൻ തീയാട്ട് നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ നാരായണ നമ്പൂതിരി, നീലമന പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ കളംപൂജയും നടക്കും. അയ്യപ്പൻ തീയാട്ടിനോടനുബന്ധിച്ച് ഈടും കൂറും കളപ്രദക്ഷിണവും ഉണ്ടാകുമെന്നും തീയാട്ടി രംഗത്തെ അതിപ്രഗത്ഭരായ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ തീയാടി ജയചന്ദ്രൻ നമ്പ്യാർ, പെരുമ്പിലാവ് കേശവൻകുട്ടി നമ്പ്യാർ എന്നീ പ്രശസ്ത കലാകാരന്മാർ നേതൃത്വം നൽകും. വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടിമാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, കല്ലേക്കുളങ്ങര ബാബു എന്നിവരുടെ ഡബിൾ കേളിയും അരങ്ങേറും. 1008 നാളികേര മുടക്കൽ തുടങ്ങിയ വിവിധ വഴിപാടുകളും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുനാഥ്, മേൽശാന്തി നീലമന പരമേശ്വരൻ നമ്പൂതിരി, രവീന്ദ്രൻ, അച്യുതൻകുട്ടി, നന്ദകുമാർ, ജയപ്രകാശ്, സോമസുന്ദരൻ, രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ മാങ്കുരിശി ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പുനഃപ്രതിഷ്ഠ നടത്തിയ ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായി തീയാട്ട് മഹോത്സവം നടക്കുകയാണ്. വളരെ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന തീയാട്ട് മഹോത്സവം നമ്മുടെ ക്ഷേത്രത്തിൽ നടത്താൻ കഴിയുന്നത് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഒരു വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആദ്യമായി മാങ്കുരിശി ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഈ തീയാട്ട് മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കു നേരെ നടന്ന അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. തൃശൂരിൽ SYS കേരള യുവജന സമ്മേളനം. നഗരിയെ വിസ്മയിപ്പിച്ച് വീണ്ടും ഒരു ബോണതാലെ. അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തിയ ആഘോഷത്തിൽ 107 ഇടവകളിൽ നിന്നായി അണിനിരുന്നത് 15,000 ക്രിസ്തുമസ് പാപ്പാമാർ. വാടാനംകുറിശ്ശിക്ക് സമീപം +1 വിദ്യാർത്ഥിയായ വെയിറ്റ് ലിഫ്റ്റിംഗ് താരം ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയിറ്റിംഗ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ബിനുദാസ് ഭാവി വാഗ്ദാനമായിരുന്ന താരം. കോട്ടായി കീഴത്തൂരിൽ ഗുണ്ടാശ്ശേരിയിൽ വീടുകയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. കോട്ടായി പോലീസ് പ്രതികളെ പിടികൂടിയത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്ന്. നെൽകർഷകരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ കുഴൽമന്ദത്ത് കർഷക പ്രതിഷേധം. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് കർഷക മാർച്ച്. കുഴൽമന്ദം ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിൽ നിന്നായി പ്രതിഷേധത്തിൽ അണിനിരുന്നത് 100 കണക്കിന് കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.